പാതാളത്തിൽ ജനിച്ച കുട്ടി ചക്രവർത്തിയുടെ മകളാണ്. അപ്പം അതെങ്ങനെയുള്ള കുട്ടിയായിരിക്കുമെന്ന് ശ്രീകാന്തിന് അറിയാമല്ലോ. അറിയാം, വയൽ പാതാളക്കരണ്ടിയായിട്ട് ജനിച്ച ആളല്ലേ അദ്ദേഹത്തിന്റെ മകൾ. അത് സ്വർണ്ണക്കരണ്ടി എന്നില്ലേ? അല്ല, പാതാളമായതുകൊണ്ട് ഒരു ഹ്യൂമർ സാധനം പിടിച്ചതാ. സത്യത്തിൽ നിങ്ങളിങ്ങനെ വർഷത്തിൽ വരേണ്ട ആളല്ല, നിങ്ങൾ ആഴ്ച വരണമെന്നാണ്. അല്ല, എനിക്ക് ആഴ്ച വരണം താല്പര്യമുണ്ട്. പക്ഷെ ഞാൻ ഈ സീസണോടെ ഈ പരിപാടി നിർത്താൻ പോവുകയാണ്. ഈ എവിടെ നോക്കിയാലും കുറെ കള്ളുകൂടിയന്മാരും അവന്മാരുടെ ആട്ടം അല്ലാതെ ഒന്നുമില്ല. ആ ആട്ടക്കാരുള്ളോണ്ടാ കേരളം ഇങ്ങനെ ആടാതെ നിൽക്കുന്നത്. ശ്രീകാന്തിന്റെ കടുത്ത ആരാധികയാണ് എന്റെ മോള്. എന്തിനാ തിരുമേനി എപ്പോഴെപ്പോഴും അത് പറഞ്ഞു? പറയട്ടെ, നല്ല രസമില്ല കേൾക്കാൻ. പറ. ശരിക്കും പറഞ്ഞാൽ ശ്രീകാന്തിന്റെ പേരിൽ എന്റെ മോള് പാതാളത്തിൽ ഒരു ക്ഷേത്രം വരെ പണിതിട്ടുണ്ട്. അമ്പലത്തിൽ കയറത്താനാണോ ക്ഷേത്രം പണിഞ്ഞത്? അതമ്മ അമ്പലത്തിൽ കയറാത്ത? വിശേഷങ്ങളൊന്നും അമ്പലത്തിൽ കയറത്തില്ല. ഞാൻ എത്തിഷ്ട, രാഹുകാലം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. അപ്പൊ ഇത്രയായ സ്ഥിതിക്ക് അമ്മയടുത്ത് ഞാനൊരു അനുവാദം ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ മരുമകനായിട്ട് ശ്രീകാന്തിനെ അങ്ങ് പാതാളത്തിലോട്ട് കൊണ്ടുപോവാം. ഭൂമി ഒഴിക്കുമൊന്നും വേണ്ട, അവരും കുഴിച്ചു കൊണ്ടുപോയിക്കോളൂ. പോവാടാ. കഴിഞ്ഞു ഈ ജന്മത്തിലെ എല്ലാ ബന്ധുവും. ബൈ, പോവാം മാമ. പോവാം. അങ്ങനെ പോകാൻ പറ്റത്തില്ല, ഇവിടെ കൊളാബയറെ കെട്ടിക്കിടക്കുന്നു. അതൊക്കെ മതി, എന്നെ കൊണ്ട് കുറെ ഉണ്ടാക്കിയതാ. പോരുതെന്നാ പറഞ്ഞേ. ഞാൻ പോവും. പോന്ന കൊള്ള, എന്റെ കണ്ടന്റ് ഒന്നും എടുത്ത് അവിടെ അവതരിപ്പിക്കരുത്. അയ്യോ, അവിടുത്തെ കണ്ടന്റ് എന്തിനാ മാമ കണ്ടവരോടൊക്കെ സംസാരിക്കുന്നത്? അപ്പൊ അവിടെ അമ്പലം തുറക്കുന്ന സമയമായി. പോയിക്കോട്ടെ ശോഭന മോളെ. എനിക്കറിയാം നീ എന്നെ ഇട്ടു പോകാൻ പറ്റത്തില്ലെന്ന്. നീ തിരിച്ചു വന്നല്ലോ, അത് മതി. അയ്യടാ, ഞാൻ അനുഗ്രഹം മേടിക്കാൻ വന്നേ, ഇനി ഇതിനായിട്ട് ഇങ്ങോട്ട് വരണ്ടല്ലോ. മാമ വാ, പോവാ.